വളരാൻ വെള്ളവും വളവും കൊടുത്ത മണ്ണിൽ തന്നെ ചീഞ്ഞളിയാനുള്ള അവസരമൊരുങ്ങുകയാണ് സിഖ് ഫോർ ജസ്റ്റിസിന്. സിഖ് ഫോർ ജസ്റ്റിസ് ഇനി ഭീകര സംഘടന. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകത്ത് എവിടെയിരുന്ന് ചെയ്താലും അവിടെ ഇന്ത്യ പൂട്ടിട്ടിരിക്കും എന്നതിന് മറ്റൊരു മികച്ച ഉദാഹരണം. ഭീകരവാദവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ല. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സന്ദർശനത്തിന് പിന്നാലെ ഖാലിസ്ഥാൻ ഭീകരൻ ഗുർപത്വന്ത് സിംഗ് പന്നുവിന്റെ സിഖ് ഫോർ ജസ്റ്റിസ് ഫോറത്തെ കാനഡ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ഇതോടെ SFJയുടെ എല്ലാ ആസ്തികളും മരവിപ്പിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി SFJ കാനഡയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കുമെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള ഭീഷണികൾ ഇടയ്ക്കിടെ പുറപ്പെടുവിക്കാറുമുണ്ട്. കഴിഞ്ഞ ആഴ്ച കാനഡ സന്ദർശിച്ച അജിത് ഡോവൽ കനേഡിയൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യയിലും കാനഡയിലും സുരക്ഷാ ക്രമസമാധാന ഏജൻസികളിൽ ലൈസൺ ഓഫീസർമാരെ വിന്യസിക്കാൻ രണ്ട് രാജ്യങ്ങളും തീരുമാനമായി. ശനിയാഴ്ച കാനഡ പ്രധാനമന്ത്രിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയും ദേശീയ സുരക്ഷാ ഇന്റലിജൻസ് ഉപദേഷ്ടാവുമായ നതാലി ജി ഡ്രെയിനുമായി NSA അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. രണ്ട് രാജ്യങ്ങളുടെയും പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചില സംരംഭങ്ങൾ, ആ സംരംഭങ്ങളുടെ പുരോഗതി എത്രത്തോളമാണെന്ന് രണ്ട് പക്ഷവും അവലോകനവും ചെയ്തു. പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും പങ്ക് തെളിഞ്ഞതിനെ തുടർന്ന് 2020 ഇന്ത്യ പൻവിനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്.